ഗൈസ്, ഇന്ന് ഞാനൊരു കുക്കിംഗ് പരീക്ഷണമാണ് കാണിക്കാൻ വന്നത്. ഡോണ്ട് ട്രൈ ദിസ് അറ്റ് യുവർ ഹോം എന്നല്ല, ട്രൈ ദിസ് അറ്റ് യുവർ ഹോം എന്നാണ് ഈ ഒരു നിമിഷത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. യെസ്, ബ്രെഡ് ബനാന ടോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങളുടെ കയ്യിൽ ഒരു പാക്കറ്റ് ബ്രെഡ് ഉണ്ടായിരിക്കണം. എൻ്റെ കയ്യിൽ ബ്രൗൺ ബ്രെഡാണുള്ളത്. ആസ് ഞങ്ങൾ ഹെൽത്തി ആവാനാണ് നോക്കുന്നത്. പിന്നെ മിൽക്ക് പാക്കറ്റും, പിന്നെ നിങ്ങൾക്ക് റോബസ്റ്റ് ബനാന വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഒരു ബട്ടറും ആണ് വേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ബനാന ബ്രെഡിൽ ഇങ്ങനെ ലൈനായിട്ട് വെച്ചിട്ട് നമ്മൾ പഴം ബ്രെഡിലോട്ട് ഉടയ്ക്കാൻ നോക്കണം. നന്നായിട്ട് ഉടച്ചിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ഞാൻ അത്ര പേസ്റ്റ് ആക്കിയിട്ടില്ലെങ്കിലും നിങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആവാൻ ശ്രമിക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ബ്രെഡ് 3 ലെയറായിട്ട് വെക്കണം. മൂന്നിൽ കൂടുതൽ ആവേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഫൈനൽ ലുക്കല്ല, ഇൻ്റർമീഡിയറ്റ് ലുക്ക്. ഇനി നമ്മളിത് ടോസ്റ്റ് ചെയ്യണം. ടോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അപ്പോൾ ആദ്യം പാൻ നന്നായി ചൂടാക്കിയിട്ട് നമ്മളിതിലോട്ട് ബട്ടർ ഇടണം. ബട്ടർ ഒരു അത്യാവശ്യമൊക്കെ ഇടാം. ബട്ടർ എത്ര കൂടുന്നോ, എന്നാലും അത്രയ്ക്ക് കൂടാൻ പാടില്ല. എന്നാലും അത്യാവശ്യം ബട്ടർ ഇട്ടിട്ട് നമ്മൾ ഇത് ബ്രെഡും ബനാനയും ടോസ്റ്റ് ചെയ്യണം. ഇതിൻ്റെ മുകളിലൂടെ പാലൊഴിക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു ഡിസ്റ്റിങ്വിഷിങ് ഫീച്ചർ എന്ന് പറയുന്നത്. ഇതിന് ഈ ഒരു ബ്രെഡിനെ വളരെ സോഫ്റ്റാക്കി മാറ്റും. ഈ വളരെ സോഫ്റ്റായ ബ്രെഡ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഗൈസ്. നിങ്ങൾ ബ്രെഡ് ടോസ്റ്റ് കഴിക്കുന്ന പോലെയല്ല. അപ്പോൾ ഇത് നമ്മൾ പാലൊഴിക്കുമ്പോൾ 2 തിരിച്ചിട്ടും ഗുണിച്ചിട്ടും ഒക്കെ പാലൊഴിക്കുക. പാലെല്ലാ ഭാഗത്തും തട്ടണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു നാക്ക്. അങ്ങനെ നമ്മൾ സോഫ്റ്റായിട്ടുള്ള ബ്രെഡ് ഇങ്ങനെ ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് വെച്ചു. കാണാൻ ഇത്ര സോഫ്റ്റ് അല്ലെങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കാം. അങ്ങനെ നമ്മളത് കഴിച്ചപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. സോ അത്രയേ ഉള്ളൂ. ബൈ.